ഞങ്ങളോട് പ്രിയപ്പെട്ട തങ്ങൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ യാത്രയോടൊപ്പം ചേർന്ന് ഈ യാത്രക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്ന് അതിനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അതൊരു ചരിത്രം ആവശ്യപ്പെടുകയാണ്, അത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ആഹ്ലാദവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കേരള യാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കും. ഞാന് ഏകദേശം 9 മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ പോയിരുന്നു. ആ മനുഷ്യനെ കണ്ടു, ദുആ ചെയ്തു. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഐക്യത്തിൻ്റെതായിരുന്നു. അത് വാക്കുകളിലൂടെ തന്നെ പ്രകടിപ്പിച്ചു. ആ മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ രോഗബാധിതനായി ആശുപത്രിയിലേക്ക് കിടക്കയിലേക്ക് പോയപ്പോ ഞങ്ങളുടെ നായകൻ, മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ സയ്യിദുൽ ഉമ്മ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓടിയെത്തി ആ ആശുപത്രി കിടക്കയിലേക്ക്. അവിടെ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഉമ്മത്തിനോട് പറഞ്ഞു, എല്ലാ പള്ളികളിലും നിങ്ങൾ പ്രാർത്ഥിക്കണേ, സുൽത്താൻ ഉലമയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു നൽകാൻ പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരും പിടയുന്ന ഹൃദയത്തോടെ നിറയുന്ന കണ്ണുകളോടെ പ്രാർത്ഥിച്ചു. അള്ളാഹു തിരിച്ചു നൽകിയത് ഈ സമൂഹത്തിനാണ്. അവാന്തര വിഭാഗമായി ഇങ്ങനെ മഹല്ല് ജമാഅത്തുകൾ പിളർത്തിയും വേറെ മഹല്ല് ജമാഅത്തിൽ ജുമാ തുടങ്ങിയും അത് മലയാളത്തിലാണെങ്കിലും മറ്റു ഭാഷയിലാണെങ്കിലും മദ്രസ സ്ഥാപിച്ചും കടന്നുപോയ ആളുകൾ. അങ്ങനെ പോയ കൂട്ടത്തിലാണ് 89 കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വരുന്നത്. അബൂബക്കർ മുസ്ലിയാർ ചെയ്ത് നോക്കൂ നിങ്ങൾ, എതിർത്തുകാർ ചെയ്തതുപോലെ, ജമാഅത്ത് ഇസ്ലാമിക്കാർ ചെയ്തതുപോലെ, മറ്റ് അവാന്തര വിഭാഗക്കാർ ചെയ്തതുപോലെ അദ്ദേഹം ഈ സ്വഹാബത്ത് പണിത പള്ളിക്ക്, അതുമായി ബന്ധപ്പെട്ട് പിന്നീട് സ്ഥാപിതമാകുന്ന പള്ളിക്ക് സമാന്തരമായി പള്ളി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, മലബാറിലെ മുസ്ലിം സമൂഹത്തിന്റെ അനുഷ്ഠാന കർമ്മത്തെ പോലും ഫസാദാക്കി അദ്ദേഹം വിശുദ്ധ റമദാന്റെ 30ാമത്തെ പകൽ നോമ്പ് പെരുന്നാളാക്കി പ്രഖ്യാപിച്ചു. ഞാൻ ഓർക്കണ ആ സമയത്ത് കോഴിക്കോട്ട് മഹാരാജ് മാർഗം നാട്ടികോസ്താദ് നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കേവലം 38 മിനിറ്റ് മാത്രമാണുള്ളത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം